പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത്. ബ്ലാസ്റ്റേഴ്സിലേക്ക് മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ അവരുടെ ഇന്ത്യൻ വിങ്ങറായ ബിപിൻ സിംഗ് എത്തിയേക്കുമെന്ന തരത്തിലാണ് ഒരു അപ്ഡേറ്റ് അവർ പങ്കുവച്ചത്. അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ടെന്നാണ് ഇന്നലെ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവച്ചത്. എന്നാൽ ഒരു ആരാധകൻ ഇന്ന് മാർക്കസ് മുർഗലാവോയോട് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു. മാർക്കസ് മുർഗലാവോയോട് ആരാധകൻ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത കേട്ടു, അത് സത്യമാണോ എന്നതായിരുന്നു മാർക്കസിനോടുള്ള ചോദ്യം. എന്നാൽ അതിന് മാർക്കസ് മുർഗലാവോ ഇപ്പോൾ കൃത്യമായ മറുപടി തന്നെ പറയുന്നുണ്ട്. എന്നാലും മാർക്കസിന്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത്. മുംബൈയുടെ ഇന്ത്യൻ വിങ്ങറായ ബിപിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന തരത്തിലാണ് ഒരു അപ്ഡേറ്റ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു മാധ്യമം പങ്കുവച്ചത്. എന്നാൽ ഇതിനെപ്പറ്റി ഒരു ആരാധകൻ ഇന്ന് മാർക്കസ് മുർഗലാവോയോട് ചോദിച്ചിരുന്നു. എന്നാൽ മാർക്കസ് മുർഗലാവോ അതിന്റെ മറുപടിയെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ രസകരമായ ഒരു മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര് വരും. ഈ വേനൽക്കാലത്ത് എന്നെ തന്നെ തളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമാധാനം. ഇത് പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വരുമെന്നോ ഇല്ലെന്നോ ഒന്നും അദ്ദേഹം പറയുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര് വരും. ഈ വേനൽക്കാലത്ത് എന്നെ തന്നെ തളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമാധാനം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അദ്ദേഹം ഇതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. ഏതായാലും അദ്ദേഹം വരുമെന്നോ ഇല്ലെന്നോ ഇതൊന്നും പറയുന്നില്ല. ഇനി ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുമെന്നോ ഇല്ലെന്നോ അതും പറയുന്നില്ല. എന്താണ് മാർക്കസ് ഉദ്ദേശിച്ചതെന്നും വ്യക്തമല്ല. എന്തായാലും ഇതിന്റെ കൂടുതൽ വ്യക്തത മാർക്കസ് തരുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം. എന്നാലും നിങ്ങൾക്ക് എന്താണ് മാർക്കസിന്റെ അപ്ഡേറ്റിൽ നിന്ന് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം.